ധനാഢ്യമായ പാരമ്പര്യമുണ്ടായിട്ടും ദാരിദ്ര്യം വിള്ളൽ വീഴ്ത്തിയ കുടുംബത്തിലായിരുന്നു ജയലളിതയുടെ ജനനം. മൈസൂരിലെ മാണ്ഡ്യയിൽ 1948 ഫെബ്രുവരി 24-നാണ് ഒരു പ്രമുഖ തമിഴ് അയ്യങ്കാർ കുടുംബത്തിൽ ജയലളിത ജനിച്ചത്. ധൂർത്ത ജീവിതത്താൽ പാരമ്പര്യ സ്വത്ത് നശിപ്പിച്ച പിതാവ് ജയലളിതയ്ക്ക് 2 വയസ്സുള്ളപ്പോൾ മരിച്ചു. കുടുംബത്തിന്റെ സാമ്പത്തിക പരാധീനത മറികടക്കാൻ മാതാവ് ചെന്നൈയിലേക്ക് കൂടുമാറി. അങ്ങനെ കൊടിയ ഏകാന്തതയുടേതായിരുന്നു ബാല്യം. എയർ ഹോസ്റ്റസ് ആയിരുന്ന ചിറ്റമ്മയുടെ സിനിമാഭ്രമം ജയലളിതയുടെ മാതാവിനും ജീവിത വഴിയായി. സന്ധ്യ എന്ന പേരിൽ അവർ ചെറിയ വേഷങ്ങൾ ചെയ്തു. പഠനത്തിൽ അതിസമർത്ഥയായ ജയലളിത 10ാം ക്ലാസ് 1ാം റാങ്കോടെ പാസ്സായി. ഒപ്പം എല്ലാ ക്ലാസിക്കൽ കലാരൂപങ്ങളിലും നിപുണത കൈവരിച്ചു. 13ാം വയസ്സിൽ ഒരു കന്നഡ സിനിമയിൽ ബാലതാരമായാണ് ജയലളിതയുടെ സിനിമാ പ്രവേശം. 1964ഓടെ പ്രാരാബ്ധം താങ്ങാനാവാതെ വന്നപ്പോൾ അമ്മയുടെ നിർബന്ധപ്രകാരം മുഴുവൻ സമയ സിനിമാ നടിയായി. 1965 മുതൽ 73 വരെ തമിഴ് സൂപ്പർ താരം MG രാമചന്ദ്രന്റെ ഹിറ്റ് ജോഡിയായി. ആ ബന്ധമാണ് ജയലളിതയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള നടവഴി. 1982-ൽ AIADMKയിൽ ചേർന്ന ജയലളിതയെ MGR രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു. ധിഷണയുള്ള സൗന്ദര്യം എന്നാണ് ദേശീയ മാധ്യമങ്ങൾ അവരെ അന്ന് വിശേഷിപ്പിച്ചത്. പിന്നെ MGR മരിച്ചപ്പോൾ ഭാര്യ ജാനകിയുടെയും സഹചാരി ജയലളിതയുടെയും നേതൃത്വത്തിൽ പാർട്ടി രണ്ടായി. ജാനകിയുടെ അവഹേളനവും ചതിയും ഒക്കെ നേരിട്ടിട്ടും 1989-ൽ പ്രതിപക്ഷ നേതാവായി ജയലളിത ഉയർന്നു. പിന്നെ 1991-ൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായി. ആ ഭരണകാലയളവിലെ അഴിമതി ആരോപണങ്ങൾ മരണം വരെ ജയലളിതയെ വേട്ടയാടി. തുടർന്ന് 2001-ലും 2011-ലും 2014-ലും തമിഴ്നാട് മുഖ്യമന്ത്രിയായി. ഭരണകാലയളവിൽ അഴിമതി ആരോപണത്തിന്റെ പേരിൽ അയോഗ്യയാക്കപ്പെടുന്ന ആദ്യ മുഖ്യമന്ത്രി എന്ന ദുഷ്കീർത്തിയും ജയലളിതയ്ക്കുണ്ടായി. എന്നാൽ ആ കേസിലെല്ലാം ജയലളിത കുറ്റവിമുക്തയായി. ജീവകാരുണ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ കൊണ്ട് തമിഴ് ഹൃദയം കവരുന്നതായിരുന്നു അവസാന കാലയളവിൽ അവരുടെ ഭരണം. അതുകൊണ്ടാണ് അമ്മയ്ക്കായി നെഞ്ചുപൊട്ടി ഒരു നാടാകെ തേങ്ങിയത്. അങ്ങനെയാണ് ഇതിഹാസ തുല്യ പെൺ പോരാളിയായി ജയലളിത ചരിത്രത്തിൽ ഇടം നേടുന്നത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.